അയോധ്യയിലേക്ക് പുതുതായി എത്തുന്ന ട്രെയിനുകളാണ്. വേഗത്തിലോടുന്ന ട്രെയിനുകൾ അയോധ്യയിൽ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് സമീപം 3 പ്ലാറ്റ്ഫോമുകളടക്കം വിമാനത്താവള ടെർമിനലുകൾക്ക് സമാനമായ സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, ഫുഡ് പ്ലാസകൾ, പൂജാ ആവശ്യങ്ങൾക്കുള്ള കടകൾ, ക്ലോക്ക് റൂമുകൾ, ശിശുപരിപാലന മുറികൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികളാണ് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൽഡ റൂട്ടിലുമാണ് തീവണ്ടികൾ സർവീസ് നടത്തുന്നത്. 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികളും വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളോടെയാണ് ട്രാക്കിൽ ഇറങ്ങുന്നത്. 6 പുതിയ വന്ദേ ഭാരത് തീവണ്ടികളും പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. 2180 കോടി രൂപയുടെ ചെലവിൽ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ്, അയോധ്യ രാംപത്, ഭക്തിപത്, ധരംപത്, ശ്രീരാമ ജന്മഭൂമി പത് എന്നീ 4 റോഡുകൾ, രാജർഷി ദശരഥ സ്വയംഭരണ സംസ്ഥാന മെഡിക്കൽ കോളേജ്, അയോധ്യ ബൈപ്പാസിനും നഗരത്തിനും ഉടനീളമുള്ള മനോഹരമാക്കിയ ഒട്ടേറെ റോഡുകൾ തുടങ്ങിയ വിവിധ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനവും അല്പസമയത്തിനകം തന്നെ നടക്കും. റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് വിമാനത്താവള ഉദ്ഘാടനം. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് മുഴുവൻ പ്രധാനമന്ത്രിക്ക് നിർവഹിച്ചാലും തീരാത്ത വിധത്തിലാണ്. നികേഷ്, 46 പദ്ധതികളാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒപ്പം വന്ദേ ഭാരത് ട്രെയിനും ഒപ്പം അമൃത് ഭാരത് ട്രെയിനും ഒക്കെ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ അമൃത് ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൻ്റെ ജീവനക്കാരെ അതോടൊപ്പം തന്നെ ട്രെയിനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി നോക്കിക്കാണുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അമൃത് ഭാരത് ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ടാകും. അതിനു പിന്നാലെ 6 വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അദ്ദേഹം എത്തുന്നത്. ആദ്യം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ അമൃത് ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് നടക്കാൻ പോകുന്നത്. നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ അയോധ്യധാം റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ രീതിയിൽ തന്നെ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആളുകൾക്ക് എത്തുന്നതിനും പോകുന്നതിനും ഒക്കെ വലിയ രീതിയിൽ തന്നെ സഹായകരമാകും എന്നാണ് ഒരു വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 2180 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒപ്പം അയോധ്യ ക്ഷേത്രത്തിലേക്ക് വരുന്ന പാത, അതായത് 4 വരി പാതയാക്കി വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ആ പാത ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തരത്തിൽ നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മൊത്തം 15,700 കോടി രൂപയുടെ പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഊഹിക്കാൻ കഴിയും എത്രത്തോളം പദ്ധതികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട പദ്ധതികളും പ്രഖ്യാപിക്കപ്പെടുന്നത്. അത്തരത്തിൽ വലിയ ഒരു ഉദ്ഘാടനത്തിന് നീണ്ട നിര തന്നെയാണ് ഇന്നിപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മഹർഷി വാൽമീകി വിമാനത്താവളം കൂടി ഉദ്ഘാടനം ചെയ്യും. അതിനു പിന്നീട് അദ്ദേഹം പോകുന്നത് മഹാറാലിയിലേക്കാണ്, പൊതുസമ്മേളനത്തിലേക്കാണ്. പൊതുസമ്മേളനത്തെ അഭിസംബോധന സംസാരിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി അയോധ്യ നഗരത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. വിവിധ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് അയക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. 22-നാണ് പ്രതിഷ്ഠാ ദിനം. അതിന് മുന്നോടിയായിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഷ്ഠാ ദിനത്തിൽ നിർണായകമായ റോളാണുള്ളത്. രാമന് ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ നരേന്ദ്രമോദിയാണ് കൺമഷി ഉപയോഗിച്ച് രാമൻ്റെ കണ്ണെഴുതുന്നത്. ഇതിനുശേഷം തങ്കനൂലിൽ നെയ്ത വസ്ത്രം ധരിപ്പിക്കും. ഈ വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദ് ബെൻ പട്ടേൽ എന്നിവരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സന്നിഹിതരാകുന്നുണ്ട്. സർസംഘ് ചാലക്, RSSൻ്റെ സർസംഘ് ചാലക് മോഹൻ ഭാഗവതും ശ്രീകോവിലിൽ സന്നിഹിതനായിരിക്കും എന്നുള്ളതാണ് ഔദ്യോഗികപരം. അതായത് നേരിട്ട് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ പൂജാരിമാരുടെ റോൾ തന്നെ വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യാചാരി ആചാര്യ സത്യേന്ദ്രദാസിൻ്റെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയെ ഒരുക്കിയതിന് ശേഷമാകും നഗരപ്രദക്ഷിണത്തിന് വിഗ്രഹം എഴുന്നള്ളിക്കുന്നത്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12
29 ആരംഭിച്ച് 12:30 അവസാനിക്കുന്ന 84 സെക്കൻഡുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് എന്നാണ് ഇതിനകം ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. 56 വിഭവങ്ങൾ അന്ന് ഭഗവാന് നേദിക്കും. ദീപാരാധനയോടനുബന്ധിച്ച് ആരതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. പൂജാ പരിപാടികൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അയോധ്യയിലേക്ക് കൂടുതൽ ആളുകൾക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെയും വിമാനത്താവളത്തിൻ്റെയും വിവിധ ട്രെയിനുകളുടെയും ഒക്കെ ഫ്ലാഗ് ഓഫാണ് പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കൽ.